എല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്റർ ആയിരിക്കും കവർ ചെയ്യാൻ പോകുന്നത്. ആ ചാപ്റ്ററിലെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ആൻഡ് അപ്പിയറൻസ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ്, പിന്നെ റേറ്റ് ലോ, ഈ 4 ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റേറ്റ് എന്തുവാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, വാട്ട് ഈസ് റേറ്റ്? ഒരു റിയാക്ഷൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റേറ്റ് കണ്ടുപിടിക്കാൻ ജനറൽ ഇക്വേഷൻ ഉണ്ട്. റേറ്റ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. എന്തിൻ്റെ കോൺസെൻട്രേഷൻ? റിയാക്റ്റൻ്റ് അല്ലെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് ബൈ ചേഞ്ച് ഇൻ ടൈം. എത്ര ടൈം എടുത്തു ആ കോൺസെൻട്രേഷനിൽ ചേഞ്ച് വരാൻ? ഇതിനാണ് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കണം. ഇതിന് നമുക്ക് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു ചേഞ്ച് എന്ന് പറഞ്ഞ വേർഡിന് മാത്തമാറ്റിക്സിൽ 2 ലെറ്റേഴ്സ് യൂസ് ചെയ്താണ് ബേസിക്കലി റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഒന്നെങ്കിൽ സ്മോൾ ലെറ്റർ ഡി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഡി യൂസ് ചെയ്ത് എഴുതാം. ഡി കോൺസെൻട്രേഷൻ കാണിക്കാൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് ജനറലി യൂസ് ചെയ്യാറുള്ളത്. സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് റേറ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബൈ ഡി ടി, ഒരു ടി ഈസ് ടൈം. അതുപോലെ തന്നെ ഡെൽറ്റ യൂസ് ചെയ്ത് എഴുതാം. ഡെൽറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആർ ഓർ പി, വെർ ആർ ഇസ് റിയാക്റ്റൻറ്റ് ആൻഡ് പി ഈസ് പ്രൊഡക്റ്റ് ബൈ ഡെൽറ്റ ടി. ഇതാണ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ. ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ച് കൺസിഡർ ചെയ്യാം. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുന്നു. എ ഗിവ്സ് ബി. എ ഗിവ്സ് ബി. സപ്പോസ് ടൈം 0 സെക്കൻഡ് ആയിരുന്നപ്പോൾ, അതായത് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തേ ഉണ്ടായിരുന്നപ്പോൾ എയിൻ്റെ കോൺസെൻട്രേഷൻ 10 മോളാർ ആയിരുന്നു എന്ന് വെക്കാം. ബീൻ്റെ കോൺസെൻട്രേഷൻ 0 മോളാർ ആയിരുന്നു. ടൈം 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ, അതായത് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എയിൻ്റെ കോൺസെൻട്രേഷൻ 10ൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് 5 മോളാറായി. ആ കുറഞ്ഞ 5 മോളാർ പ്രൊഡക്റ്റിൻ്റെ അവിടെ ഫോമായി. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ റേറ്റിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ റേറ്റ് എന്തായിരുന്നു? റേറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡി യൂസ് ചെയ്ത് എഴുതുന്നു. വേണമെങ്കിൽ നമുക്ക് ഡെൽറ്റ യൂസ് ചെയ്യാം. ഡെൽറ്റ ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ് ഓർ പ്രൊഡക്ട്സ് ബൈ ഡി ടി. ഇങ്ങനെയല്ലേ? ഫസ്റ്റ് നമുക്ക് ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ട്സ് എഴുതാം. ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ട്സ്. ഓക്കെ, പ്രൊഡക്റ്റ് ഏതാ? ബി അല്ലേ ഇവിടെ പ്രൊഡക്റ്റ്. അപ്പോൾ എന്ത് വരും? റേറ്റ് ഈസ് ഈക്വൽ ടു ഡി ബി ബൈ ഡി ടി. ബിയിലുണ്ടാകുന്ന ചേഞ്ച് ബൈ എത്ര ടൈം എടുത്തോ ചേഞ്ച് വരാൻ. ബിയിൽ ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കേണ്ടേ? ബി ഫൈനൽ മൈനസ് ബി ഇനീഷ്യൽ അല്ലേ? ബി ഫൈനൽ 5 മോളാർ അല്ലേ? ബി ഇനീഷ്യൽ 0 മോളാർ അല്ലേ? അപ്പോൾ 5 മോളാർ മൈനസ് 0 മോളാർ ബൈ ടൈമിലുണ്ടാകുന്ന ചേഞ്ച്. ടൈം 1 സെക്കൻഡ് ആയിരുന്നു ഫൈനൽ, ഇനീഷ്യൽ 0 സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ മൈനസ് ചെയ്ത് ക്യാൻസലൊക്കെ ചെയ്ത് വരുമ്പം 5 മോളാർ സെക്കൻഡ് റേസ് ടു -1 എന്ന ആൻസർ കിട്ടി. ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ? പ്ലസ് 5 മോളാർ റേസ് ടു സെക്കൻഡ് റേസ് ടു -1 അല്ലേ? അപ്പോൾ റേറ്റ് എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയേ വരത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിക്കണം. റേറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. റേറ്റ് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. അപ്പോൾ നമ്മൾ ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ട്സിൽ നമുക്ക് റേറ്റ് കിട്ടി. ഇനി നമുക്ക് ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കാം. ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ്, ഇപ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻ്റ് ഏതാ? എ അല്ലേ? അപ്പം റേറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡി എ ബൈ ഡി ടി. എയിലുണ്ടാകുന്ന ചേഞ്ച് ഡിവൈഡ് ബൈ ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ച്. എയിൽ എന്താ ചേഞ്ച് വരുന്നത്? 10 ആയിരുന്നു, 5 ആയി. ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ എത്ര? 5m. ഇനീഷ്യൽ എത്ര ആയിരുന്നു? 10m ബൈ ടൈം 1 സെക്കൻഡ് മൈനസ് 0 സെക്കൻഡ്. ആൻസർ എന്ത് വരും? 5 മൈനസ് 10 മൈനസ് 5m ബൈ 1s. ആൻസർ -5 മോളാർ റേസ് ടു സെക്കൻഡ് റേസ് ടു -1. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, റേറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. റേറ്റ് എപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റിയെ വരത്തുള്ളൂ. ബട്ട് നമുക്കിവിടെ നെഗറ്റീവ് കിട്ടി. അപ്പോൾ ഈ നെഗറ്റീവ് കളയാൻ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ നെഗറ്റീവ് വെച്ച് മൈനസ് ചെയ്യും, നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ നെഗറ്റീവ് നമ്മളോട് ചെയ്തപ്പം ആ നെഗറ്റീവ് ഇവിടെ മൾട്ടിപ്ലൈ ആയിട്ട് ഈ ക്വാണ്ടിറ്റി ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആകത്തില്ലേ? അതല്ലേ?
അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ തന്നെ ഒരു മാറ്റം വരുത്തിയിട്ട് അവിടെ നമ്മൾ ഒരു നെഗറ്റീവ് സൈൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷെ അതേസമയം നമ്മൾ പ്രൊഡക്റ്റ് ടേംസിൽ എഴുതുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അത് ഓൾറെഡി ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻ ഓർത്ത് വെക്കണം. റേറ്റ് ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഓർ പി ബൈ ഡി ടി. പ്രൊഡക്റ്റ് ടേംസിൽ എഴുതുവാണെങ്കിൽ പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത്. ബട്ട് ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ് എഴുതുവാണെങ്കിൽ നെഗറ്റീവ് ഇട്ടിട്ട് എഴുതണം. അപ്പം നമ്മൾ റേറ്റ് എന്തെന്ന് കണ്ടു, ഇൻ ടേംസ് ഓഫ് പ്രോഡക്ട്സ് കണ്ടു, ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ് കണ്ടു. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ പ്ലസ് ബി ഗിവ്സ് സി. എ പ്ലസ് ബി ഗിവ്സ് സി. ഇതിൻ്റെ റേറ്റ് എങ്ങനെ എഴുതാൻ പറ്റും? റേറ്റ് ഇസ് ഈക്വൽ ടു റിയാക്റ്റൻ ടേംസിൽ ഇതിപ്പോൾ നെഗറ്റീവ് ഇടണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മൈനസ് ഡി സ്ക്വയർ ബ്രാക്കറ്റ്സ് ഈ കോൺസെൻട്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യും ബൈ dt. അടുത്ത റിയാക്റ്റൻ്റ് ഏതാ? ബി അല്ലേ? അപ്പം ബിയും അതുപോലെ തന്നെ നെഗറ്റീവ് ഡി കോൺസെൻട്രേഷൻ ബി ബൈ dt. അടുത്തൊരു പ്രൊഡക്റ്റ് അല്ലേ? പ്രൊഡക്റ്റിൻ്റെ ടേംസിൽ നമ്മൾ എഴുതുമ്പോൾ നെഗറ്റീവിൻ്റെ ആവശ്യമില്ല. അപ്പം പ്ലസ് ഡി സി ബൈ ഡി ടി. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. 2a പ്ലസ് 3b ഗിവ്സ് 4c. ഇതിൻ്റെ റേറ്റ് എങ്ങനെ എഴുതാം? റേറ്റ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് എയുടെ ടേംസിൽ എഴുതാം. എ ഒരു റിയാക്റ്റൻ്റ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ഡി എ ബൈ ഡി ടി. ഇത്രയും നമ്മൾ നേരത്തെ എഴുതിയപോലെ എഴുതി. ഈ 2 ഉണ്ടല്ലോ, ഈ 2 എൻ്റെ കോഎഫിഷ്യൻ്റ് ആയ 2 അതിനെ നമ്മൾ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്തേയും അതുപോലെ തന്നെ ചെയ്യണം. 3b അല്ലേ? അപ്പം മൈനസ് ഡി ബി ബൈ 3dt എഴുതണം. 3dt. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു അടുത്ത പ്രൊഡക്റ്റിൻ്റെ നെഗറ്റീവ് എഴുതണമെന്നില്ല, പോസിറ്റീവാണ്. പ്ലസ് ഡി സി ബൈ 4dt. ഇതാണ് ഈ ഇക്വേഷൻ്റെ റേറ്റ്. നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ കൺസിഡർ ചെയ്യാം. 2a plus 5b gives 3c plus 4d. ഇതിൻ്റെ റേറ്റ് എന്ത് വരും? റേറ്റ് ഇസ് ഈക്വൽ ടു എ റിയാക്റ്റൻ്റ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ഡി എ പവറിനെ കോഎഫിഷ്യൻറ്റിനെ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം 2dt, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബി ബൈ 5dt ഇസ് ഈക്വൽ ടു സി എ പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് പോസിറ്റീവ് ഡി സി ബൈ 3dt വിച്ച് ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ഡി ഡി ബൈ 4dt. ഇതാണ് ഇതിൻ്റെ റേറ്റിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ ഈ ഇക്വേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫുൾ ഈ ഒരു ക്വാണ്ടിറ്റീനെ റേറ്റ് എന്നാണ് പറയുന്നത്. ബട്ട് ഇത്രയൊരു ക്വാണ്ടിറ്റി, അതായത് ഈ 2 കൂട്ടാതെ ബാക്കി എന്തുണ്ട് അതിനെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്നാണ് പറയുന്നത്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്. എ ഒരു റിയാക്റ്റൻ്റ് അല്ലേ? ആ റിയാക്ഷൻ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എയുടെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും, അതുപോലെ ബിയുടെ ക്വാണ്ടിറ്റിയും കുറഞ്ഞു വരും. ബട്ട് സിൻ്റെയും ഡിൻ്റെ ക്വാണ്ടിറ്റി കൂടി വരും. ആ കുറഞ്ഞു വരുന്ന പ്രോസസ്സിനെയാണ് ഡിസപ്പിയർ ചെയ്യുക എന്ന് പറയുന്നത്. ഡിസപ്പിയർ ആയി പോവല്ലേ, അതുകൊണ്ട് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ആണ് ഈ ഒരു കാണുന്ന ക്വാണ്ടിറ്റി. 2 ഇൻക്ലൂഡ് ചെയ്യാതെ ബാക്കി എന്തുണ്ട് അതിനാണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്ന് പറയുന്നത്. ഇവിടെ അതുപോലെ ഇത്രയും എമൗണ്ടിനെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ആണ് പറയുന്നത്. പക്ഷേ ഫുൾ എമൗണ്ടിനെ റേറ്റ് എന്നും പറയും. പക്ഷേ അതേസമയം പ്രൊഡക്റ്റിൻ്റെ കേസിൽ ഈ ഒരു ഡിനോമിനേറ്റർ കാണുന്ന നമ്പർ കൂട്ടാതെ ബാക്കി എന്തുണ്ട് അതിനെ റേറ്റ് ഓഫ് അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. റേറ്റ് ഓഫ് അപ്പിയറൻസ്. അതുപോലെ തന്നെ ഇത് പ്രൊഡക്റ്റ് അല്ലേ, 4 ഇൻക്ലൂഡ് ചെയ്യാതെ ബാക്കി എന്തവിടെ ഉണ്ട് അതിനെ റേറ്റ് ഓഫ് അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. ഫുള്ളിനെ റേറ്റ് എന്നാണ് പറയുന്നത്,
ആ ഡിനോമിനേറ്ററിലെ നമ്പർ കൂടാതെ ബാക്കി എന്തുകൊണ്ട് അതിന് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ആണ് പറയുന്നത്, റിയാക്റ്റൻ്റ് ആണ്. ബട്ട് അതേസമയത്ത് പ്രൊഡക്റ്റ് ആണ്, അതിന് റേറ്റ് ഓഫ് അപ്പിയറൻസ് എന്നും പറയും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് H2 ഈസ് 2 into 10 raised to minus 3 molar raised to second raised to minus 1, then find the rate of appearance of Hi. ഈ ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതണം. H2 ആണ് റിയാക്റ്റൻ്റ്, Hi ആണ് പ്രൊഡക്റ്റ്. അതെങ്ങനെ മനസ്സിലായി? ഡിസപ്പിയറൻസ് ഓഫ് H2 അല്ലേ? ഒരു റിയാക്ഷനിൽ എന്താണ് ഡിസപ്പിയർ ചെയ്യുന്നത്? റിയാക്റ്റൻ്റ് അല്ലേ ഡിസപ്പിയർ ചെയ്യുന്നത്? അപ്പം H2 ആണ് റിയാക്റ്റൻ്റ്. അപ്പിയറൻസ് ഓഫ് Hi, ഒരു റിയാക്ഷനിൽ എന്താണ് അപ്പിയർ ചെയ്യുന്നത്? പ്രൊഡക്റ്റ് അല്ലേ അപ്പിയർ ആകുന്നത്. അപ്പോൾ Hi ആണ് പ്രൊഡക്റ്റ്. ഇക്വേഷൻ തന്നെ ഇങ്ങനെ വരും: H2 plus I2 gives 2Hi ആണല്ലോ. ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ എന്തായിരിക്കും? റേറ്റ് is equal to minus dH2 minus, because ഇത് റിയാക്റ്റൻ്റ് ആയതുകൊണ്ട്, by dt gives minus d I2 by dt gives plus 1 by 2 dHi by dt. അല്ലോ. ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് H2. ഇവിടെ പവർ 1 ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, തന്നിട്ടുണ്ട്. ഇവിടെ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് Hi ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു എമൗണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ റേറ്റ് ഇക്വേഷൻ വെച്ച് നമുക്ക് ഇത്രയും അറിയാം: ഈ ഫുൾ ക്വാണ്ടിറ്റിയും ഈക്വൽ ആണെന്ന്. ബിക്കോസ് ഈക്വൽ ടു സൈൻ അല്ലേ നടുക്കിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കമ്പയർ ചെയ്ത് എന്ത് വരും? ഇതിനെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ബൈ കോഎഫിഷ്യൻ്റ് 1 അല്ലേ, 1 ഈക്വൽ ടു ഇത്രത്തിന് റേറ്റ് ഓഫ് അപ്പിയറൻസ് അല്ലേ പറയുന്നത്. 2 ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ആണ്. ഫുൾ ഈ ക്വാണ്ടിറ്റിനെയാണ് റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് അപ്പിയറൻസ് ബൈ 2. ഇതിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? 2 into 10 raised to minus 3 is equal to 2 into 10 raised to minus 3 by 1 is equal to rate of appearance by 2. അപ്പോൾ റേറ്റ് ഓഫ് അപ്പിയറൻസ് കിട്ടാൻ എന്ത് ചെയ്യണം? 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ റേറ്റ് ഓഫ് അപ്പിയറൻസിൻ്റെ വാല്യൂ കിട്ടും. അതായത് റേറ്റ് ഓഫ് അപ്പിയറൻസിൻ്റെ വാല്യൂ 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താകും? 4 into 10 raised to minus 3 ആകത്തില്ലേ? ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. അടുത്ത ടോപ്പിക്കാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. റേറ്റിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഫസ്റ്റ് നമുക്ക് ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ട്സ് നോക്കാം. ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ട്സ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ y ആക്സിസിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ആയിട്ട് എടുക്കാം. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ്, x ആക്സിസിൽ ടൈം ആയിട്ട്. ഒരു റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പം പ്രൊഡക്ട്സിൻ്റെ എമൗണ്ട് കൂടിയല്ലേ വരുന്നത്. ഇനീഷ്യലി 0 ആയിരുന്നു, ആ എമൗണ്ട് കൂടിയല്ലേ വരുന്നത്. അപ്പോൾ ഗ്രാഫ് ഇതുപോലെ വരും. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വന്നിട്ട് റേറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തെടുക്കും? ഫൈൻഡ് റേറ്റ്. ഗ്രാഫ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 പോയിൻറ്റ്സ് എടുക്കുക. 2 പോയിൻറ്റ്സ് അവിടെ നിന്ന് താഴോട്ട് ഡോട്ടഡ് ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യുക. സപ്പോസ് T1 ആണ് ഈ ടൈം, T2 ആണ് ഈ ടൈം, C1 ആണ് ഈ കോൺസെൻട്രേഷൻ, C2 ആണ് ഈ കോൺസെൻട്രേഷൻ.
റേറ്റ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം അല്ലേ? കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ചേഞ്ച് എന്താ? C2 - C1 അല്ലേ? ടൈമിലുണ്ടാകുന്ന ചേഞ്ച് T2 - T1 വേർ C2 ഈസ് ഗ്രേറ്റർ ദാൻ C1. ഇങ്ങനെ നമുക്ക് ഗ്രാഫ് ഉപയോഗിച്ച് റേറ്റ് കണ്ടുപിടിക്കാം. പക്ഷേ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ് ചെയ്യാം. ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ് ഗ്രാഫ് y ആക്സിസിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, x ആക്സിസിൽ ടൈം. റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ റിയാക്റ്റൻ്റെ എമൗണ്ട് കുറഞ്ഞും പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കൂടിയല്ലേ വരുന്നത്? റിയാക്റ്റൻ്റെ എമൗണ്ട് കുറഞ്ഞ് വരും. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 2 പോയിൻ്റ് എടുക്കുക, അതിന് എക്സ്റ്റെൻഡ് ചെയ്യുക. സപ്പോസ് ഈ ടൈം T1 ആണ്, ഈ ടൈം T2 ആണ്, ഈ കോൺസെൻട്രേഷൻ C2 ആണ്, ഈ കോൺസെൻട്രേഷൻ C1 ആണ്. റേറ്റ് C2 - C1 ഫൈനൽ മൈനസ് ഇനീഷ്യൽ ബൈ T2 - T1 അല്ലേ? ഇനി ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം വേർ C1 ഈസ് ഗ്രേറ്റർ ദാൻ C2. C1 അല്ലേ C2നായിട്ട് കൂടുതൽ മേലോട്ട് പോകുമ്പോഴത്തേക്ക് കോൺസെൻട്രേഷൻ കൂടി വരുവാണ്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി നെഗറ്റീവ് ആകത്തില്ലേ? കാരണം C1 C2നെക്കാട്ടും ഗ്രേറ്റർ ആണ്. ഗ്രാഫിൽ C1 ഇവിടെ, C2 ഇവിടെ, C1 ഗ്രേറ്റർ ആണ്. അപ്പോൾ ഇത് നെഗറ്റീവ് ആകത്തില്ലേ? റേറ്റ് ഒരിക്കലും പക്ഷേ നെഗറ്റീവ് ആകത്തില്ലല്ലോ. അപ്പം നമ്മൾ ഒരു നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. C2 - C1 ബൈ T2 - T1. ഈ സെയിം കോൺസെപ്റ്റ് നമ്മൾ കുറച്ച് മുമ്പേ റേറ്റ് ലോ ഉപയോഗിച്ച് റേറ്റ് ഇക്വേഷൻ എഴുതിയപ്പോൾ നമ്മൾ അവിടെ സെയിം കോൺസെപ്റ്റ് യൂസ് ചെയ്തായിരുന്നു. ഇത് രണ്ടെണ്ണമാണ് ഗ്രാഫുള്ള. ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ട്സ് ഇങ്ങനെ വരും, ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ് ഇങ്ങനെ വരും. ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാം. ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിൽ നോർമലി C2 - C1 ബൈ T2 - T1. ബട്ട് ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ് ആകുമ്പോൾ നെഗറ്റീവ് C2 - C1 ബൈ T2 - T1 വരണം. ഇത്രയേ ഉള്ളൂ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റേറ്റ് ലോ ആണ്. റേറ്റ് ലോ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ലോ ഓഫ് മാസ് ആക്ഷൻ എന്നറിയണം. വാട്ട് ഈസ് ലോ ഓഫ് മാസ് ആക്ഷൻ? The rate of the reaction is directly proportional to the multiplication of the active masses of all the reactants raised to some power, the sum of which is called the overall rate of the reaction. അതായത് ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. A plus B gives C. സപ്പോസ് നമുക്ക് 2A plus 3B gives C. ലോ ഓഫ് മാസ് ആക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ഇവിടെ റിയാക്റ്റൻസ് ഏതാ? എയും ബിയും അല്ലേ? എയും ബി റേസ് ടു സം പവർ. നമുക്ക് എല്ലും എമ്മും കൺസിഡർ ചെയ്യാം. റേസ് ടു സം പവർ. ഇതാണ് ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരാം, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, എ റേസ് ടു എൽ ആണ്, ബി റേസ് ടു എം ആണ്. ഇതാണ് ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത്. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണലിൻ്റെ ഈ സൈൻ മാറ്റി ഈക്വൽ ടു സൈൻ ആക്കാൻ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു എ റേസ് ടു എൽ ബി റേസ് ടു എം അല്ലേ? ഈ ഒരു കോൺസ്റ്റൻറ്റിനാണ് റേറ്റ് കോൺസ്റ്റൻറ്റ് പറയുന്നത്. എന്ത് പറയുന്നത്? റേറ്റ് കോൺസ്റ്റൻറ്റ്. ഈ ഒരു ഇക്വേഷനെ റേറ്റ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു ഇക്വേഷനെ റേറ്റ് ഇക്വേഷൻ എന്നും പറയും. കോൺസ്റ്റൻറ്റിനെ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും, ഇക്വേഷന് റേറ്റ് ഇക്വേഷൻ എന്ന് പറയും. ഈ ഇക്വേഷൻ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തെടുത്തേ? ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഈ എല്ലിൻ്റെ വാല്യൂ ഇവിടെ നോക്കി എയിൻ്റെ കോഎഫിഷ്യൻറ്റ് 2ഉം എമ്മിൻ്റെ വാല്യൂ ബീൻ്റെ കോഎഫിഷ്യൻറ്റ് 3ഉം ആണോ? ദ ആൻസർ ഈസ് എപ്പോഴും അല്ല. ബട്ട് ചില സ്പെസിഫിക് കേസിൽ എല്ലിൻ്റെ വാല്യൂ എയിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ് അതും ബീൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണെന്നും വരും ചില സ്പെസിഫിക് കേസിൽ. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എഴുതി റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു എ റേസ് ടു എൽ ആൻഡ് ബി റേസ് ടു എം എന്ന് എഴുതി. ഇതിനാണ് റേറ്റ് ലോ എന്ന് പറയുന്നത്.
കെയിന് റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറയും. ഈ എൽ പ്ലസ് എം ഇസ് ഈക്വൽ ടു എൻ വെർ എൻ ഇസ് ഓർഡർ. ഓർ റിയാക്ഷൻ്റെ ഓർഡർ കണ്ടുപിടിക്കുന്നതിൽ എയിൻ്റെ പവറും ബീൻ്റെ പവറും കൂടെ ആഡ് ചെയ്താൽ മതി. where n can be 0, positive, negative or fractional. n-ൻ്റെ വാല്യൂ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, ഫ്രാക്ഷണൽ ആകാം, ഈവൻ സീറോയും ആകാം. n ഒരു എക്സ്പെരിമെൻ്റൽ വാല്യൂ ആണ്. അതായത് എക്സ്പെരിമെൻ്റ് ചെയ്ത് ഡിറൈവ് ചെയ്തെടുക്കുന്ന വാല്യൂ ആണ്. തേർഡ് പോയിന്റ്, n is equal to coefficient only when reaction is single step or elementary. നേരത്തെ പറഞ്ഞു എല്ലിൻ്റെ എമ്മിൻ്റെ വാല്യൂ എയിൻ്റെയും ബീൻ്റെ കോയഫിഷ്യൻ്റ് എപ്പോഴും ആകണമെന്നില്ല. ഒരു കേസിലാകും. എപ്പോഴാണ് റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ഓർ എലിമെൻ്ററി റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എല്ലിൻ്റെ വാല്യൂ എയിൻ്റെ കോയഫിഷ്യൻറ്റും എമ്മിൻ്റെ വാല്യൂ ബീൻ്റെ കോയഫിഷ്യൻറ്റും ആകത്തുള്ളൂ. അതല്ലെങ്കിൽ അത് ഏത് വാല്യൂ വേണമെങ്കിലും ആകാമെന്നാണ്. എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ്. നമുക്ക് റിയാക്ഷൻ നോക്കിയിട്ട് ഗസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് റേറ്റ് ലോ. ഇനി നമുക്കറിയേണ്ട ഈ റേറ്റ് കോൺസ്റ്റൻറ്റ് കെയിൻ്റെ യൂണിറ്റ് എന്താണ്? റേറ്റ് ഈസ് ഈക്വൽ ടു കെ എ റേസ് ടു എൽ ബി റേസ് ടു എം എന്നല്ലേ? റേറ്റിൻ്റെ യൂണിറ്റ് എന്താ? മോളാർ സെക്കൻഡ് റേസ് ടു -1 അല്ലേ? സെക്കൻഡ് റേസ് ടു അല്ല, ടൈം റേസ് ടു -1 അല്ലേ? ടൈം കെ. എ എന്തുവാ? എയിൻ്റെ കോൺസെൻട്രേഷൻ അഗൈൻ മോളാർ റേസ് ടു എൽ അല്ലേ? ബീൻ്റെ കോൺസെൻട്രേഷൻ മോളാർ റേസ് ടു എം അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു എം ടി ടൈം റേസ് ടു -1 കെ ഇൻറ്റു എം എൽ പ്ലസ് എം എന്ന് വരത്തില്ലേ? എൽ പ്ലസ് എം എന്തായിരുന്നു? എൻ അല്ലേ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. അപ്പം എം ടൈം റേസ് ടു -1 ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എൻ. ഈ എമ്മിന് നമുക്ക് ഈ സൈഡിലോട്ട് താഴെ ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവരാം. അപ്പം എം ടൈം റേസ് ടു -1 ബൈ എം റേസ് ടു എൻ ഗിവ്സ് കെ. അപ്പോൾ കെൻ്റെ വാല്യൂ എന്താ? കെ ഇസ് ഈക്വൽ ടു എം റേസ് ടു 1 - n ടൈം റേസ് ടു. അപ്പോൾ കെയിൻ്റെ യൂണിറ്റ് ഓർഡർ ഓഫ് ദ റിയാക്ഷനിൽ ഡിപ്പെൻഡ് ചെയ്യും. വേർ എൻ ഇസ് ഓർഡർ. റിയാക്ഷൻ്റെ ഓർഡർ എന്തുവാ ആ വാല്യൂ നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഇന്ന് റേറ്റ് എന്താണെന്ന് പറഞ്ഞു, ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ്, ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ട്സ്, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്, റേറ്റ് ഓഫ് അപ്പിയറൻസ് കണ്ടു, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കണ്ടു, ഗ്രാഫ് ഉപയോഗിച്ച് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഗ്രാഫിൽ നിന്ന് എങ്ങനെ റേറ്റ് കണ്ടുപിടിക്കാം, പിന്നെ റേറ്റ് ലോ കണ്ടു, ലോ ഓഫ് മാസ് ആക്ഷൻ കണ്ടു, ഓർഡർ കണ്ടു, പിന്നെ റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് കവർ ചെയ്യേണ്ട പോർഷൻസ് എല്ലാം നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് എൻ്റെ അടുത്ത പാർട്ടിൽ ബാക്കിയുള്ളതും കവർ ചെയ്യുന്നതായിരിക്കും.